ഗൾഫിലേക്ക് തൊഴിലന്വേഷിച്ചെത്തുന്നവർക്ക് ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എയുടെ ആശയത്തിൽ രൂപം കൊണ്ട അമാന എംബ്രോസ് ആശ്രയ കേന്ദ്രമാകുന്നു. തൊഴിൽ തേടി ദുബായിലേക്ക് പോകുന്നവർക്ക് സൗജന്യ താമസ സൗകര്യം ഒരുക്കിയാണ് അമാന എംബ്രോസ് നാടിന്റെ ആശ്രയമാകുന്നത്. പദ്ധതി വിവാദത്തിലേക്ക് പോകുന്നതിൽ ഏറെ നിരാശരാണ് ഈ സംവിധാനം വഴി തൊഴിൽ നേടിയവർ ഉൾപ്പെടെയുള്ളവർ. കാണാം പ്രത്യേക റിപ്പോർട്ട്. ദുബായിൽ ജോലി അന്വേഷിച്ച് വരുന്ന ഒരാൾക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് ഒരു 2 മാസത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോലി തേടി ഗൾഫിൽ എത്തുന്നവർക്ക് ആശ്രയ കേന്ദ്രമാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എയുടെ ആശയത്തിൽ പിറന്ന അമാന എംബ്രോസ്. ഒരു തൊഴിൽ എന്ന സ്വപ്നവുമായി വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ എത്തിയാൽ താമസിക്കാൻ സൗകര്യമില്ലാതെ വലയുന്ന യുവാക്കളെ കണ്ടപ്പോഴാണ് അവരെ സഹായിക്കാൻ ഒരു കേന്ദ്രം വേണമെന്ന ചിന്ത ഡോക്ടർ എം.കെ. മുനീറിന് ഉണ്ടായത്. അവർക്ക് ജോലി കിട്ടുന്നത് വരെ പല ആളുകളും അവിടെ താമസ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയം നോക്കാതെ അവർക്കൊരു അക്കമഡേഷൻ അവിടെ കൊടുക്കുക. അവർക്ക് ജോലി കിട്ടുന്ന സമയത്ത് അക്കമഡേഷൻ ഒഴിഞ്ഞ് അവർ ജോലിയിലേക്ക് പോകും. അങ്ങനെ ഏകദേശം അത് നമ്മൾ കൊടുവള്ളിക്ക് മാത്രമാണ് തുടങ്ങിയതെങ്കിലും പുറത്തു നിന്നുള്ള പല ആളുകളും സഹായം ചോദിച്ചു വന്നു. അപ്പോൾ അവർക്കൊക്കെ ഞാൻ അക്കമഡേഷൻ കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തു. ആശയം പലരുമായും ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എ. പങ്കുവച്ചപ്പോൾ അമാന ഗ്രൂപ്പ് സഹായഹസ്തവുമായി എത്തി. ചെയർമാൻ ഇക്ബാൽ അമാനയുടെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി. 2023 ഡിസംബറിലാണ് ഈ സൗജന്യ താമസ സൗകര്യ പദ്ധതി ആരംഭിച്ചത്. ദുബായ് ദേരയിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്താണ് ഈ സൗജന്യ താമസ പദ്ധതി നടപ്പാക്കിയത്. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഈ പദ്ധതിക്ക് പണം കണ്ടെത്തുന്നത് സുമനസ്സുകളുടെ കാരുണ്യത്താലാണ്. 2 മാസമാണ് ഇവിടെ സൗജന്യമായി താമസിക്കാനാകുക. ഇതിനിടയിൽ ജോലി കിട്ടിയാൽ അവർ താമസ സ്ഥലത്തു നിന്നും മാറണം. ജോലി അന്വേഷിക്കുന്നതിനുള്ള സഹായവും ഇവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത പദ്ധതിയാണ് ഡോക്ടർ എം.കെ. മുനീർ നേതൃത്വത്തിൽ കൊടുവള്ളിയിൽ നടപ്പാക്കിയത്. ഈ കുടക്കീഴിൽ എത്തി ജോലി സമ്പാദിച്ചവർ 100 കണക്കിനാണ്. ഈ സഹായവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ ഏറെ സങ്കടപ്പെടുന്നത് ഇവിടുത്തെ സൗകര്യം ഉപയോഗപ്പെടുത്തി ജോലി നേടിയവർ കൂടിയാണ്. തിരുവനന്തപുരം സ്വദേശിയായ അഭിറാം പറയുന്നത് കേൾക്കുക. ദുബായിൽ ജോലി അന്വേഷിച്ച് വരുന്ന ഒരാൾക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് ഒരു 2 മാസത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് ജോലി അന്വേഷണത്തിന് സഹായകരമാകുന്ന സൗജന്യം ഇന്റർനെറ്റും ബാക്കി നമുക്ക് അവരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വിസിറ്റിൽ വരുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ലഭ്യമാക്കി തന്ന മുനീർ സാറിനും ബാക്കി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറത്താണ് ഇവിടുത്തെ സഹായഹസ്തം. തൊഴിൽ അന്വേഷിച്ച് ദുബായിൽ എത്തുന്നവർ അവരുടെ പ്രദേശത്തെ എം.എൽ.എ., തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ അധ്യക്ഷന്മാർ എന്നിവരുടെ കത്ത് വാങ്ങണം. ആര് ഇവിടെ താമസിക്കുന്നു എന്നതിന്റെ വ്യക്തമായ രേഖകളും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. സ്വർണം കടത്താൻ എത്തുന്നവർക്ക് ഇത്രയും സുതാര്യമായ സംവിധാനം ഒരുക്കണമോ എന്ന ചോദ്യമാണ് സംഘാടകർ ഉയർത്തുന്നത്. യാതൊരു തരത്തിലുള്ള ദുരൂഹതയും പാടില്ലെന്നതുകൊണ്ടാണ് ഇത്രയും സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഡോക്ടർ എം.കെ. മുനീറും വ്യക്തമാക്കുന്നു. ഞാനൊരു എം.എൽ.എ. ആണല്ലോ. അപ്പം ഞാൻ വളരെ സുതാര്യമായിട്ടല്ലേ അത് ചെയ്യുന്നത്. ഇങ്ങനൊരു പദ്ധതി ഇത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് ട്രാൻസ്പാരൻ്റ് ആണ്. അവിടേക്ക് പോയിട്ടുള്ള ആളുകൾ ആരാണ്, അവർക്ക് ജോലി കിട്ടിയത് ആരാണ്. ഇപ്പോൾ ഈ അടുത്ത് പോയത് ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടി. അദ്ദേഹം എനിക്ക് അയച്ചിട്ടുള്ള നന്ദിക്കുറിപ്പ് ഇതിനകത്തുണ്ട്. വിദേശത്തു പോകുന്ന കൊടുവള്ളിക്കാരെ കണ്ടാണ് എം.എൽ.എ. ഇത്തരമൊരു പദ്ധതി തുടങ്ങിയതെങ്കിലും സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സഹായ അഭ്യർത്ഥന എത്തുന്നുണ്ട്. അവരുടെ മുന്നിലും അമാന എംബ്രോസ് വാതിൽ കൊട്ടിയടക്കുന്നില്ല.
ജനപ്രതിനിധികളുടെ കത്തുമായി വരുന്ന ആരെയും സംഘാടകർ മടക്കി അയച്ചിട്ടുമില്ല. ആ സേവനം ഉപയോഗപ്പെടുത്തിയവരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ. ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് അജ്മാനിൽ ഇവിടെ വന്നപ്പോൾ കൊടുവള്ളി സ്വദേശി അതിൻ്റെ ഫണ്ടാണ് ഇങ്ങനത്തെ അമാന എംബ്രേസ് എന്ന സംഭവത്തെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വന്ന് 2 മാസം ഇവിടെ സ്റ്റേ ചെയ്തു. ഇവിടെ എന്നെ കൂടാതെ കൊടുവള്ളിക്കാരല്ലാതെ പാലക്കാട് നിന്നുള്ള റിയാസ്ക ഉണ്ടായിരുന്നു, പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ആളുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-16 ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ 2 മാസം സ്റ്റേ ചെയ്തു. ഞങ്ങൾക്ക് ഫുഡ്, ഭക്ഷണം, ഞങ്ങൾക്ക് ഇന്റർവ്യൂക്കുള്ള എല്ലാ ഓപ്ഷനും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തു തന്നിരുന്നു. വളരെ വൃത്തിയായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇന്റർവ്യൂക്കും കാര്യങ്ങൾക്കും എല്ലാം പോയത് ട്രൈ ചെയ്ത്. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ റെപ്യൂട്ടഡ് ആയ നല്ല കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ദുബായ് കൊടുവള്ളി MLA ഡോക്ടർ MK മുനീർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അമാന എംബ്രൈസ് എന്ന റൂമിലാണ് ഞാനുള്ളത്. ഇവിടെ നിന്ന് ജോലി നോക്കാനും ജോലിക്ക് ആവശ്യമായ CV ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ഇതിൽ ഡോക്ടർ മുനീർ സാഹിബിന് ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഈ റൂമിൽ താമസിച്ചുകൊണ്ട് ജോലി നോക്കുന്നു, പുറത്തു പോയി വരാനും എല്ലാം സൗകര്യമുണ്ട്. ഭക്ഷണവും താമസവും സൗകര്യം എല്ലാം ഇവർ ഒരുക്കി തന്നിട്ടുണ്ട്. എന്റെ ജോലിയുടെ ആവശ്യാർത്ഥം ഞാൻ ദുബായിൽ വന്നിട്ട് തൈറയിലൂടെ കൊടുവള്ളി MLA MK മുനീർ സാഹിബിന്റെയും നേതൃത്വത്തിൽ ഉള്ള അമാന എംബ്രേസ് എന്ന സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. എന്നെപ്പോലെ നിരവധി ആളുകളാണ് ഇവിടെ ജോലിയുടെ ആവശ്യാർത്ഥം വന്ന് നിൽക്കുന്നത്. അവർക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും ഇവിടെയുള്ള എല്ലാവരും നൽകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ദൈറ എന്ന് പറയുന്ന വലിയ നഗരത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ UAE 2023 ജൂലൈയോടുകൂടിയാണ് ഞാൻ എത്തുന്നത്. അതിനുശേഷം 3 മാസത്തോളം ഞാൻ ഷാർജയിൽ ജോലി അന്വേഷണമായി വിസിറ്റിംഗ് വിസയിൽ തുടർന്നു. പിന്നീട് UAE നിന്നുകൊണ്ട് തന്നെ കൊടുവള്ളി MLA ഈ പദ്ധതി ഞാൻ അറിയുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ പദ്ധതിയിലേക്ക് ഞാൻ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. താമസത്തിന് പുറമെ ഭക്ഷണവും അതുപോലെ തന്നെ ജോലി നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും എംബ്രേസിൽ ലഭ്യമായിരുന്നു. അമാന എംബ്രേസ് പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനും ഈ റൂമിലെത്തിയിട്ടുള്ളത്. റൂമിലെത്തിയതിനു ശേഷം ഇവിടുന്ന് ലഭിച്ച ഗൈഡൻസിന്റെ ഒക്കെ ഫലമായി ഒരുപാട് കമ്പനികളിൽ ഇന്റർവ്യൂവിന് പോവുകയും അതുപ്രകാരം ഇപ്പം ദുബായിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഇതിന്റെ സംഘാടകർ ആവശ്യപ്പെട്ട പ്രകാരം ഈ റൂമിന്റെ കോർഡിനേറ്ററായിട്ട് കഴിഞ്ഞ 1 വർഷമായി ഞാനിവിടെ താമസിച്ചു വരികയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് DYFI ഉയർത്തിയ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് ഡോക്ടർ MK മുനീറും ഇതിന്റെ സംഘാടകരും. ഈ പദ്ധതിയുടെ കോർഡിനേറ്റർമാർക്കെതിരെ നിലവിൽ ഒരു കേസ് പോലുമില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി ജീവിക്കേണ്ട ഗതികേട് ഈ പ്രായത്തിൽ തനിക്കില്ലെന്ന് പറഞ്ഞ് ആരോപണങ്ങൾ തെളിയിക്കാൻ DYFIയെ വെല്ലുവിളിക്കുകയാണ് ഡോക്ടർ MK മുനീർ ചെയ്യുന്നത്. 14-അംഗ ഗവേണിംഗ് ബോഡി അപേക്ഷകൾ സ്ക്രീനിംഗ് നടത്തിയാണ് താമസ സൗകര്യം നൽകുന്നത്. നാട്ടിൽ നിന്ന് ഗൾഫിൽ എത്തുന്നവർക്കാണ് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനാവുക. ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുന്നവരുമായി ഒരു ഇടപാടും ഈ സംവിധാനത്തിനില്ലെന്നും സംഘാടകർ വ്യക്തമാക്കുന്നു. ആരോപണങ്ങളും പുകമറയും ഉയർത്തി ഈ സംവിധാനത്തെ ഇല്ലാതാക്കരുതെന്ന അഭ്യർത്ഥനയാണ് ഈ സഹായ പദ്ധതി ഉപയോഗപ്പെടുത്തിയ ഓരോ ആളുകളും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.